ഇന്നത്തെ ടോപ്പിക് കോട്ടയം ജില്ലയെക്കുറിച്ച് ആണ്. റബ്ബർ ഉൽപാദനത്തിൽ ഒന്നാം സ്ഥാനത്തുള്ള ജില്ലയും ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ സാക്ഷരതാ പട്ടണവും ഇന്ത്യയിലെ ആദ്യ ചുമർചിത്ര നഗരവും കേരളത്തിലെ ജില്ലകളാൽ മാത്രം ചുറ്റപ്പെട്ട ഏക ജില്ലയും ഏറ്റവും കൂടുതൽ ലൈബ്രറികൾ ഉള്ള ജില്ലയും കൊക്കോ ഉൽപാദനത്തിൽ ഒന്നാം സ്ഥാനത്തുള്ള ജില്ലയും ഇന്ത്യയിലെ സമ്പൂർണ്ണ സാക്ഷരത നേടിയ ആദ്യ മുനിസിപ്പാലിറ്റിയും മീനച്ചിലാറിൻ്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന പട്ടണവും കേരളത്തിലെ ആദ്യ പുകയില വിമുക്ത ജില്ലയും കോട്ടയം ആണ്. റബ്ബർ ബോർഡ്, റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നിവയുടെ ആസ്ഥാനവും പ്ലാന്റേഷൻ കോർപ്പറേഷൻ്റെ ആസ്ഥാനവും കേരള ഫോറസ്റ്റ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ്റെ ആസ്ഥാനവും കോട്ടയം ആണ്. അയിത്തത്തിനെതിരെ ഇന്ത്യയിൽ നടന്ന ആദ്യ സംഘടിത സത്യാഗ്രഹമാണ് 1924 വൈക്കം സത്യാഗ്രഹം. തിരുവിതാംകൂറിൽ ഉത്തരവാദ ഭരണ പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് നടന്ന സംഭവമാണ് 1938 പുതുപ്പള്ളി വെടിവെപ്പ്. ശ്രീമൂലം തിരുനാളിൻ്റെ ദിവാനായിരുന്ന പി. രാമറാവു ആണ് കോട്ടയം നഗരത്തിൻ്റെ ശില്പി. മാർത്താണ്ഡവർമ്മ അമർച്ച ചെയ്ത എട്ടുവീട്ടിൽ പിള്ളമാരുടെ സ്മാരകം വേട്ടടിക്കാവിൽ ആണ് സ്ഥിതി ചെയ്യുന്നത്. ആയുഷ് വകുപ്പിന് കീഴിൽ വരുന്ന സെൻട്രൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോമിയോപ്പതി കോട്ടയത്താണ് സ്ഥിതി ചെയ്യുന്നത്. മഹാകവി ഉള്ളൂരിൻ്റെ ജന്മസ്ഥലമാണ് കോട്ടയം ജില്ലയിലെ താമരശ്ശേരി ഇല്ലം. നായർ സർവീസ് സൊസൈറ്റിയുടെ ആസ്ഥാനം കോട്ടയം ജില്ലയിലെ പെരുന്ന ആണ്. ഹിന്ദുസ്ഥാൻ ന്യൂസ് പ്രിന്റ് ഫാക്ടറി സ്ഥിതി ചെയ്യുന്നത് വെള്ളൂരിൽ ആണ്. വൈക്കം മുഹമ്മദ് ബഷീർ, സുപ്രീം കോടതി മുൻ ചീഫ് ജസ്റ്റിസായ KG ബാലകൃഷ്ണൻ എന്നിവരുടെ സ്വദേശം തലയോലപ്പറമ്പ് ആണ്. മുൻ രാഷ്ട്രപതി KR നാരായണൻ്റെ ജന്മസ്ഥലമാണ് കോട്ടയം ജില്ലയിലെ ഉഴവൂർ. 1891 മലയാളി മെമ്മോറിയലിന് തുടക്കം കുറിച്ചത് കോട്ടയം പബ്ലിക് ലൈബ്രറിയിൽ വെച്ച് ആണ്. കേരളത്തിലെ ഏക സൂര്യക്ഷേത്രമായ ആദിത്യപുരം സ്ഥിതി ചെയ്യുന്നത് കോട്ടയം ജില്ലയിൽ ആണ്. ഏഴപ്പൊന്നാന എഴുന്നള്ളിപ്പിന് പ്രശസ്തമായ ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കോട്ടയം ജില്ലയിൽ ആണ്. വിശുദ്ധ സിസ്റ്റർ അൽഫോൻസാമ്മയുടെ ഭൗതികാവശിഷ്ടങ്ങൾ സൂക്ഷിച്ചിരിക്കുന്ന ദേവാലയമാണ് ഭരണങ്ങാനം പള്ളി. വാഴ്ത്തപ്പെട്ട ചാവറ ഏലിയാസ് കുര്യാക്കോസ് അച്ഛൻ്റെ ശവകുടീരമാണ് മാന്നാനം പള്ളി. കേരളത്തിലെ ആദ്യ ഫാസ്റ്റ് ട്രാക്ക് കോടതി കോട്ടയത്താണ് നിലവിൽ വന്നത്. ഐതിഹ്യമാലയുടെ കർത്താവായ കൊട്ടാരത്തിൽ ശങ്കുണ്ണിയുടെ സ്വദേശമാണ് കോട്ടയം. വൈക്കം സത്യാഗ്രഹത്തിൻ്റെ ഭാഗമായി കേരളം സന്ദർശിച്ച വൈക്കം ഹീറോ എന്ന വിശേഷണം സ്വന്തമാക്കിയ നേതാവാണ് EV രാമസ്വാമി നായ്ക്കർ. ബഷീർ സ്മാരകം തലയോലപ്പറമ്പിലും മന്നത്ത് പത്മനാഭൻ സ്മാരകം പെരുന്നയിലുമാണ് സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിലെ ആദ്യ അച്ചടിശാലയായ CMS പ്രസ് കോട്ടയത്ത് ബെഞ്ചമിൻ ബെയ്ലി 1821 ആണ് സ്ഥാപിച്ചത്. ഗിന്നസ് ബുക്കിൽ ഇടം നേടിയ ലോകത്തിലെ ഏറ്റവും ചെറിയ പശുവർഗമാണ് വെച്ചൂർ പശു. കേരളത്തിലെ ആദ്യ സിമൻറ്റ് ഫാക്ടറിയായ ട്രാവൻകൂർ സിമൻറ്റ് ഫാക്ടറി നാട്ടകത്താണ് നിലവിൽ വന്നത്. മലയാളികൾ തുടങ്ങിയ ആദ്യ പത്രമായ ജ്ഞാനനിക്ഷേപം 1848 കോട്ടയത്തു നിന്നും ആണ് പ്രസിദ്ധീകരിച്ചത്. നിലവിലുള്ള ഏറ്റവും പഴയ പത്രമായ ദീപിക 1881 മാന്നാനത്തു നിന്നും ആണ് പ്രസിദ്ധീകരണം ആരംഭിച്ചത്. സാഹിത്യ പ്രവർത്തക സഹകരണ സംഘം 1945 കോട്ടയത്തു നിന്നും പ്രവർത്തനം ആരംഭിച്ചു. അരുന്ധതി റോയിയുടെ ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് എന്ന നോവലിൽ പ്രതിപാദിക്കുന്ന അയ്മനം ഗ്രാമം മീനച്ചിലാറിൻ്റെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത്. ആദ്യകാലത്ത് ബേക്കേഴ്സ് എസ്റ്റേറ്റ് എന്ന് അറിയപ്പെട്ട കുമരകം പക്ഷിസങ്കേതം വേമ്പനാട്ട് കായലിൻ്റെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത്. മീനച്ചിലാറിൻ്റെ പതനസ്ഥാനം വേമ്പനാട്ട് കായൽ ആണ്.